പനീർ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ആകെ 5 മിനിറ്റ് സമയം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ കുക്കിങ്ങിന് ഒരു 15 മിനിറ്റും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്വീറ്റാണ്. കുക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇളക്കാനൊന്നും നിൽക്കണ്ട. അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് മറ്റു ജോലികളൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ഇളക്കി ഉണ്ടാക്കേണ്ട ഒരു സ്വീറ്റൊന്നുമല്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം പനീറാണ്. അപ്പോൾ പനീർ നമ്മൾ ഫ്രീസറിൽ വെച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഐസൊക്കെ മുഴുവനായിട്ട് പോകണം. കുറച്ച് മുന്നേ പുറത്തെടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഡീഫ്രോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലൊരു ബൗളിലിട്ട് ഈ പനീർ നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് പൊടിക്കുക. ഒരു ഹാൻഡ് മിക്സർ ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും പൊടിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. 2 ടീസ്പൂൺ പാൽപ്പൊടി ചേർക്കാം. ഒരു 2 നുള്ളു വരെ ഏലക്കായ് പൊടിച്ചതും കൂടി ചേർക്കാം. എന്നിട്ട് വീണ്ടും കൈവച്ച് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന പഞ്ചസാരയൊന്നും മെൽറ്റ് ആവണമെന്നൊന്നുമില്ല. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ചെറിയ ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന അളവിനനുസരിച്ചിട്ടുള്ള ആ വലുപ്പത്തിലുള്ള ഫ്രൈയിങ് പാൻ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പഞ്ചസാര ഈ പാനിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. അതിനുശേഷം ഇത് വീണ്ടും അടുപ്പത്ത് വെക്കുക. എന്നിട്ട് ഈ പഞ്ചസാരയുടെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച പനീർ മിക്സ് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയായിട്ട്, അതായത് നമ്മൾ താഴെ ഇട്ട പഞ്ചസാരയായിട്ട് മിക്സ് ചെയ്യാതെ നോക്കണം. അത് അനക്കാതെ പതുക്കെ ഇതിൻ്റെ മുകളിൽ പനീർ ഇട്ടിട്ട് ഇതുപോലെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ എന്തെങ്കിലും ഒരു പരന്ന സാധനം ഉപയോഗിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യാം. നന്നായിട്ട് അമർത്തി വെച്ചതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. എന്നിട്ട് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. തീ കൂട്ടി കൊടുക്കരുത്. അടിയിലുള്ള പഞ്ചസാര പെട്ടെന്ന് കരിഞ്ഞ് നമ്മുടെ ഈ സ്വീറ്റ് ചീത്തയാവും. അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ചിലപ്പോൾ ഓരോ പനീറിൻ്റെ ഇതിനനുസരിച്ച് അതിനേക്കാളും സമയം വേണ്ടി വന്നേക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പനീർ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ടിത് പുറത്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് സാഫ്രോൺ ഇട്ട് കൊടുക്കാം. സാഫ്രോണിന് പകരം നിങ്ങൾക്ക് പിസ്തയോ ബദാമോ ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് നല്ല ചൂടോടുകൂടി തന്നെ ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ കമിഴ്ത്തിയിടുക. ചൂട് കുറയാൻ നിൽക്കരുത്. നല്ല ചൂടുള്ളപ്പോൾ തന്നെ ഇതുപോലെ കമിഴ്ത്തിയിട്ട് കൊടുക്കുക. കാരണം ചൂട് പോയി കഴിഞ്ഞാൽ ഇത് പാത്രമായിട്ട് ഒട്ടിപ്പിടിക്കും. കാരണം നമ്മൾ ഇതിൻ്റെ അടിയിൽ ചേർത്തിരിക്കുന്ന ഷുഗർ കാരമലൈസ് ആയിട്ടുണ്ട്. അപ്പോൾ പാത്രമായിട്ട് ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചൂടോടുകൂടി തന്നെ ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ കമിഴ്ത്തിയിടുക. ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. തണുത്തതിന് ശേഷം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ കൊണ്ടുള്ള സ്വീറ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതിന് വേണമെങ്കിൽ പനീർ പേട എന്ന് പറയാം. ഒരു പേട പോലെ തന്നെയാണിത്. നമുക്കിത് പുറത്തും 3-4 ദിവസം വരെ സൂക്ഷിച്ച് വെക്കാം. അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടും കഴിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഈസി ആയിട്ടുള്ള പേട ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കൂ. താങ്ക് യു.